സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ സന്തോഷത്തോടു കൂടി എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആക്ച്വലി വെരി ഫോർച്ചുനേറ്റ് ടു കം ഓവർ ഇൻ ഇന്ത്യ. ഇവിടെ ലണ്ടനിലേക്ക് ഞാൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മറ്റക്കര പ്രവാസി മലയാളി അസോസിയേഷൻ്റെ മീറ്റിംഗ് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നാളെയാണ് ആ യോഗം വെച്ച് ജോസഫ് ഏട്ടനോട് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ആ പരിപാടിക്ക് വന്നപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കാതെ പോകുന്നത് എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയായിരിക്കും. കാരണം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നഴ്സുമാർ വിദേശത്തുള്ളത്, അത് UK-യിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, അത് ഓസ്ട്രേലിയയിലാകട്ടെ, ഗൾഫിലാകട്ടെ, അത് പ്രധാനമായും കോട്ടയത്തു നിന്ന് തന്നെയാണ്, കോട്ടയം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ സന്ദർഭത്തിൽ മാത്രമല്ല നാളെ നടക്കുന്ന നമ്മുടെ പരിപാടികൾ, അത് നമ്മുടെ മറ്റക്കര അയൽക്കുന്നം ആ യോഗത്തിലുള്ള പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ഈ അസോസിയേഷനിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ ഒരു പാർലമെന്റ് അംഗം നൽകും അതിന് മുമ്പുമായിട്ട്, പ്രത്യേകിച്ച് പാർലമെന്റ് അംഗമായതിനു ശേഷം ഒഫീഷ്യലായിട്ടും പ്രൈവറ്റായിട്ടും വിസിറ്റുകൾ അമേരിക്കയിലും യൂറോപ്പിലും പല സ്ഥലങ്ങളിലും, അതോടൊപ്പം തന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലും ഗൾഫിലും ഒക്കെ അവിടെ പ്രധാനമായും പല സ്ഥലങ്ങളിലും മലയാളി അസോസിയേഷനുകളുണ്ട്. അവിടെ പങ്കെടുക്കാറുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷൻ എന്ന് പറയുന്ന മലയാളികളുടെ ഒരു യൂണിറ്റിൽ വരുന്നത് പ്രധാനമായും നഴ്സുമാർ തന്നെയാണ്. പക്ഷെ ഈ നഴ്സിംഗ് കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിയെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്, ഏറ്റവും മനോഹരമായി പോകുന്നത് അത് UK-യിൽ തന്നെയാണ്. അത് യുക്മയുടെ നേതൃത്വത്തിലാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. 10ഓളം വരുന്ന മലയാള അസോസിയേഷൻ അവരുടെ എല്ലാം ഒന്നിച്ചു കൂട്ടി നമ്മൾ ഇപ്രകാരം ഒരു യോഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷൻ നഴ്സിംഗ് പ്രൊഫഷൻ. സാധാരണ രീതിയിൽ നമ്മളൊക്കെ ഒരു പ്രൊഫഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പ്രൊഫഷനിൽ നമുക്ക് അപ്ഗ്രഡേഷൻ ഇല്ല. നമ്മൾ ആ പ്രൊഫഷൻ പാസ്സായി ആ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം കാലം മാറി, കാലഘട്ടം മാറി, ടെക്നോളജി മാറി. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇപ്രകാരം ഒരു യോഗം ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ അസോസിയേഷനെ ഉപ്പ അസോസിയേഷനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഞാൻ ആമുഖമായി ഞാൻ പറഞ്ഞു ഐ ആം ഫോർച്ചുനേറ്റ് ടു ബി ഹിയർ പറയാൻ കാരണം, ഒരു പാർലമെന്റ് അംഗമായതിനു ശേഷം ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ഇടപെടലുകൾ നടത്തിയത് അവിടെയുള്ള ഡൽഹിയിലുള്ള നഴ്സിംഗ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറ്റവും ആദ്യത്തെ ആഴ്ച ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും വളരെ വെരി വെരി വിവിഡ് ഇൻ മൈ മൈൻഡ്. അവിടെ ഒരു സ്ട്രൈക്ക് നഴ്സുമാരുടെ കതിര ഹോസ്പിറ്റൽ, ചിലപ്പോൾ ഇവിടെ ഉള്ള ഒരു ആരെങ്കിലും അവിടെ വർക്ക് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ പേ കുറവായിരുന്നു, സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു, ഭയങ്കരമായിട്ടുള്ള അട്രോസിറ്റി നടന്നുകൊണ്ടിരുന്നു. അവിടെ പോയി ആ സ്ട്രൈക്ക് അവിടെ നടത്തിയപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടത്താൻ പോവുകയാണ്, ഞങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് തരണമെന്നുണ്ട്. ഏറ്റവും ആദ്യമേ അവിടെ ആ ധർണ നടന്നപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരുന്നു, അത് ഓൾമോസ്റ്റ് എ വീക്ക് ഇറ്റ് ടു പ്ലേസ്. അപ്പോൾ അവിടെ പോയി അതിൽ പങ്കെടുക്കുകയും മാത്രമല്ല അന്നത്തെ അത് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ടായത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ഷീല ഡിക്സിറ്റുമായി ചർച്ച നടത്തുകയും ഒരു മാനേജ്മെന്റും അവരുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്ധരിക്കാൻ പാടില്ല എന്ന് നിയമം എടുപ്പിക്കുക. അതിനുശേഷം എനിക്കൊന്ന് നമ്പർ ഓഫ്
അപ്പോൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായി. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു അതിനുശേഷം നമ്മുടെ നാട്ടിലും ഉണ്ടായി. പക്ഷെ ചില ചേഞ്ചസ് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ചില ചേഞ്ചസ് നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയുണ്ട്. അത് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചു, നമുക്കറിയാം ഇന്ന് UK-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. പക്ഷെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനമായും നമുക്കറിയാം ഗൾഫ് മേഖലയിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ അടുത്ത നാളില് ഗൾഫിലുണ്ടായ ഒരു നമുക്ക് ലിബിയയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ലിബിയയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇറാഖിലുമൊക്കെ അവിടെ അൺറസ്റ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ സിവിൽ വാറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ലിബിയയുമായിരുന്നു വാറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നേഴ്സുമാര് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും, എനിക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് വളരെ അന്ന് ഇതിനു വേണ്ടി മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ്. കേന്ദ്ര സർക്കാർ മുന്നിൽ നിന്നു. പക്ഷെ പല നേഴ്സുമാരും, ഞാൻ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പറാണ്. നമുക്ക് പല കമ്മിറ്റികളുണ്ട്, ചാനലിലെ കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് പല ആളുകൾ ഇപ്പോൾ പല വിഷയങ്ങളിലും ബന്ധപ്പെടാറുണ്ട്. ഇതുപോലെ തന്നെ ഈ നഴ്സുമാര് രണ്ട് എന്നെ ബന്ധപ്പെട്ടു. പ്രധാനമായും ഈ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ പല വിഷയങ്ങളുണ്ട്, ഇവിടെയുള്ള സിവിൽ വിഷയങ്ങളുണ്ട്, മലയാളികൾക്ക് വിഷയങ്ങളുണ്ട്, ഞങ്ങൾക്ക് വരാനൊരു സാഹചര്യം കിട്ടിയെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു ഡേഞ്ചറസ് ആണ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു സൗണ്ട് കേൾക്കുന്നു. അത് അവിടെ തൊട്ടടുത്ത് ഒരു ഷെല്ല് വീണതാണ്, ഒരു ബോംബ് വീണതാണ്. ഫോണിൽ കൂടെ എനിക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അവരിതാ ഇതിനകത്ത് അവരുടെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ സൈഡിൽ അവർ നിൽക്കുകയാണ്. അപ്പൊ വളരെ ആകാംക്ഷയോട് കൂടിയാണ്. അതിനുശേഷം ആ ലൈൻ കട്ടാകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന വളരെയധികം ആളുകൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് പല മേഖലയിലും പല രാജ്യത്തും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോഴും ഒരു കാര്യമുള്ളത്, ഇപ്പൊ UK-യിൽ വന്നാലും അമേരിക്കയിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും അത് ന്യൂസിലൻഡിൽ പോയാലും ഗൾഫിൽ പോയാലും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ, നമ്മുടെ കേരള രാജ്യത്തെ അത് ഗ്ലോബലൈസ് ചെയ്ത്, അല്ലെങ്കിൽ അത് ലോകത്തെ ഇന്ത്യയെ അറിയിക്കുന്നത് നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമ്മുടെ നഴ്സുമാർ കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ എവിടെ പോയാലും അവിടെയുള്ള രാജ്യക്കാരോട് ചോദിക്കുകയാണ്, അത് നമ്മുടെ അതിന് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മലയാളികളാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ മതിപ്പ് അവർക്ക് കൊടുക്കുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ നഴ്സിംഗിന് കെയർ കൊടുക്കുന്നത്, നഴ്സിംഗ് കെയർ കൊടുക്കുന്ന മലയാളികളാണ്. മറ്റ് ഏത് സംസ്ഥാനത്തെക്കാളും ഏത് രാജ്യത്തെക്കാളും കൂടുതൽ അത് മലയാളികൾ തന്നെയാണ് എന്ന് പറയാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഫിലിപ്പൈൻസ് വളരെ ശക്തമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അത് ആ പ്രൊഫഷൻ മാത്രമല്ല, നമുക്ക് ആ കെയർ കൊടുക്കുവാൻ, ആ പേഷ്യൻസ് കെയർ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് യു മസ്റ്റ് കീപ് ഇറ്റ് അപ്പ്. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അതിലേക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇതുമായി പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് ഈ ഹെൽത്ത് നമ്മുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ കേൾക്കാവോ, മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ചേഞ്ചസ് ഇന്ന് വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ WTO എഗ്രിമെന്റ് ഒക്കെ പ്രകാരം നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കോസ്റ്റ്ലി അഫെയറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ നേരത്തെ ഉണ്ടായിരുന്ന മരുന്നുകൾ ഒക്കെ അതൊരു പ്രോസസ് പേറ്റന്റ് ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറി അതൊരു പ്രോഡക്റ്റ് പേറ്റന്റിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മൾട്ടിനാഷണൽ കമ്പനീസ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റൈറ്റ് ആണ് എന്താണ് അവരുടെ പ്രൈസ് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട്
നോവാർട്ടിസ് എന്ന് പറയുന്ന പേറ്റന്റ് ഡ്രഗ്, അവരുടെ ആ കമ്പനിയുടെ പേറ്റന്റ് ഡ്രഗ് ഗ്ലീവൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ആ മരുന്ന് ഇന്ത്യയിൽ പ്രോഡക്റ്റ് പേറ്റന്റ് എന്ന ഒരു അധികാരത്തോടുകൂടി അവര് ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് 1,20,000 രൂപയാണ്. അതുപോലെ തന്നെ ബെയർ എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനിയാണ്. അത് നമുക്കറിയാം കിഡ്നി ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു 3 മാസത്തെ അവരുടെ പേറ്റന്റ് ഡ്രഗുമായി ബന്ധപ്പെട്ട് 3 മാസത്തെ അതിന് ചാർജ് ചെയ്യുന്നത് 2,84,000 രൂപയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വലിയൊരു ചേഞ്ച് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ന് ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന് ഈ പ്രോസസ് പേറ്റന്റ് മാറി പ്രോഡക്റ്റ് പേറ്റന്റ് ആയതിന്റെ വ്യത്യാസമാണ്. നമുക്കറിയാം പ്രോസസ് പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സ് കാണും, ഒരു മരുന്നുണ്ടാക്കാൻ അതിൽ ചെറിയ ചേഞ്ചസ് വരുത്താനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതേ ക്വാളിറ്റിയും അതേ പർപ്പസും ഉള്ള ഒരു മരുന്നുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി പ്രോഡക്റ്റ് ആക്കുമ്പോൾ അവന്റെ അവ പറയുന്നത് ഞങ്ങൾ ഇത്രയും റിസർച്ച് നടത്തി, ആ റിസർച്ച് നടത്തിയത് കൊണ്ട് ഐ ആം ചാർജിങ് സോ മച്ച് മണി അല്ലെങ്കിൽ സോ മച്ച് ഇസ് ദ ചാർജ് ഫോർ മൈ മെഡിസിൻ, ഐ കനോട്ട് ഗോ ഡൗൺ ഓൺ ദാറ്റ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഗ്ലോബൽ ലെവലിലും കമ്പൽസറി ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു ലൈസൻസിങ് ബില്ല് പാസ്സാക്കിയതിന്റെ ഭാഗമായിട്ട്, പക്ഷെ അതെല്ലാത്തിനും നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ഒരു എപ്പിഡമിക് വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ലൈസൻസിങ് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കേണ്ട ഇതിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ നോവാർട്ടിസ് അതിൻ്റെ ആ കമ്പനിയുടെ ഒരു ക്യാൻസർ 1,20,000 ആയിരുന്നെങ്കിൽ ഈ ലൈസൻസ് കമ്പൽസറി ലൈസൻസിങ് പ്രകാരം അത് വെറും 8,000 രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയും. അപ്പം ഇമാജിൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദി ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈസ് മേക്കിംഗ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു മാറ്റം ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നു. ഫാർമസ്യൂട്ടിക്കൽ ചേഞ്ചസ് കമ്പനി അതിന് വലിയ ബില്ലുകൾ വരുന്നു, അതിന് മാറ്റങ്ങൾ വരുന്നു. ഇതൊക്കെ ഇപ്പം ഈ രാജ്യത്ത് നമുക്കിതെല്ലാം ഇതുപോലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഇൻഷുറൻസും മറ്റ് പദ്ധതികളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പക്ഷെ നാട്ടിലൊക്കെ ഇന്ന് ഒരാൾക്ക് അസുഖം വന്നാൽ, ഒരാൾക്ക് ക്യാൻസർ വന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ കുടുംബം, അവൻ്റെ ജീവിതം വലിയൊരു വിഷമത്തിലേക്ക് ചെന്നെത്തുകയാണ്. നമുക്ക് കേരളത്തിൽ നമുക്ക് കാരുണ്യ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായിരുന്നു. നമുക്കറിയാം ലോട്ടറി പദ്ധതിയിൽ നിന്ന് നമ്മൾ അതിൻ്റെ വരുമാനം കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി. അതൊരു 3 വർഷം കൊണ്ട് തന്നെ നമ്മളൊരു 1,100 കുടുംബങ്ങളെ നമുക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുത്തു. പക്ഷെ അത് ആ പദ്ധതി വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ ഇത്രമാത്രം ക്യാൻസറും കിഡ്നി പേഷ്യൻസും അതുപോലെ ട്യൂമർ പേഷ്യൻസും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഞാൻ പോലും മനസ്സിലാക്കി. വേറെ ഒന്നുമല്ല, ഇതുപോലെ ഒരു വാർഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടായിരിക്കാം. കേരള സംസ്ഥാനത്ത് നമ്മൾ ഒരു വാർഡിലെടുത്താൽ ആദ്യത്തെ ഒരു 5 വീട് എടുത്താൽ അതിനകത്ത് ഒരു വീടെങ്കിലും ആ വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാകും. അത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വീടുകളെടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആയിരിക്കും. ചുരുങ്ങിയത് 5 ലക്ഷം തൊട്ട് 6 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാവും. ചിലപ്പോൾ രക്ഷപ്പെട്ടാക്കാം, ചിലപ്പോൾ മരണമടഞ്ഞായിരിക്കും. പക്ഷെ ആ കുടുംബം ലോൺ എടുത്ത് വായ്പ എടുത്ത് അത് കടക്കടിയിൽ ചെന്ന് വിടുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് ദാറ്റ് ഇസ് ഓൺ ഇൻക്രീസ് ഒരു ലെവലിലേക്ക് വരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ നമ്മുടെ ഒരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും നമ്മൾ നേടിയ ആ നേട്ടങ്ങളാണ്. പക്ഷെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റം ഇങ്ങനെയുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ വി ഹാവ് ടു ഇവിടെ നിന്നുള്ള ഇവിടെ പല രീതിയിലുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഈ അസോസിയേഷൻ്റെ പേരിൽ ഭാഗമായിട്ട് വളരെ അധികം ഇൻഫർമേഷൻസ് ഉണ്ട്. കേരള സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന് എങ്ങനെ അത് ഒരു പ്രതിവിധി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് തീർച്ചയായിട്ടും നടക്കുമോ നടക്കാതിരിക്കും, അത് പിന്നത്തെ കാര്യം. പക്ഷെ ഗവൺമെൻറ് എടുത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. ഇവിടെയൊക്കെ വലിയ പ്രൊഫഷണലായിട്ട് നിങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ വേണം, ഇന്ന രീതിയിൽ വേണം. ഇവിടുത്തെ ക്ലാസ് നടക്കുന്നതോടൊപ്പം തന്നെ അവിടെയും ഇപ്പോൾ അവിടെ വരേണ്ട കാര്യമില്ല. വി ഹാവ് ടെക്നോളജി അല്ലേ, ഇവിടെ വീഡിയോ കോൺഫറൻസിംഗ് ഉണ്ട്. ഈ IT മേഖലയിൽ ഇത്രമാത്രം അപ്പം ഈ ലേണിങ്ങും ഒക്കെ ഉള്ളപ്പോൾ ദിസ് ക്യാൻ ബി ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മെസ്സേജുകൾ കൊടുക്കാൻ കഴിയാം. നമുക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
വിശദമായ പ്രസംഗത്തിലേക്കൊന്നുമില്ല. ഇവിടെ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നു. രാവിലെ എനിക്ക് 9:10 തുടങ്ങി ഇന്ന് വൈകിട്ട് 5 മണി വരെയുണ്ട്. കാര്യം നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഇവിടെ ഓരോരുത്തരും ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിൽ എന്തെങ്കിലും ബന്ധം ഞങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലായിട്ടും കോട്ടയം പത്തനംതിട്ടയും ഒക്കെ ആയിട്ടുള്ള സംസാരിച്ച് വരുമ്പോൾ ആ രീതിയിൽ ഓരോരുത്തരെയും കാണുവാൻ വലിയ സന്തോഷം. ഞങ്ങളുടെ അന്വേഷണം നിങ്ങളുടെ കുടുംബത്തിന് അറിയിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. thoroughly enjoyed listening to all those beautiful comments you made about the Indian nurses. And we will try and do our best to live up to your expectations. Now next is the candle lighting and the Nightingale's Pledge. May I invite Madam Eve to the stage, please? Just before we start doing that, may I just remind everybody what a lamp lighting ceremony is. It is a tribute to Florence Nightingale, who is the founder of modern nursing, and it represents the light of enlightenment that come with knowledge. This is what we listen to in the morning, and the nurses light the lamp and say a pledge of service, which is what we are going to do just after lighting the ceremony. So everybody will have the Florence Nightingale pledge with you, and we will be listening to that. May I ask you to repeat what I say? We are just going to renew our pledge. I solemnly pledge myself before God and
of this assembly, to pass my life in purity, and to practice my profession faithfully. I shall abstain from whatever is deleterious and mischievous, and shall not take or knowingly administer any harmful drug. I shall do all in my power to maintain and elevate the standard of my profession, and will hold in confidence all personal matters committed to my keeping, and all family affairs coming to my knowledge in the practice of my calling. I shall be loyal to my work and devoted towards the welfare of those committed to my care.